നരകത്തിലും നമ്മൾ സ്വർഗത്തിലുമായാൽ അത് അനീതിയല്ലേ എന്നുള്ള ഒരു തമാശ പോലെ നമുക്ക് തോന്നുമെങ്കിലും പല ആളുകളുടെ ഉള്ളിലുമുള്ളൊരു ചോദ്യമായിരിക്കും അത്. എൻ്റെ ഉള്ളിലും കുറേ മുതലേ ഉണ്ടായിരുന്നു. ഇങ്ങനെ സ്വർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര സവിശേഷതകളുള്ളവർക്കുള്ളതാണെന്ന് പറയുമ്പോൾ അപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഗാന്ധിജി സ്വാതന്ത്ര്യം നേടിത്തന്നതുകൊണ്ടാണല്ലോ ഇന്ന് എനിക്ക് പോലും ഇങ്ങനെ ഒരു വീഡിയോ ഇരുന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗാന്ധിജിക്ക് അതിൽ വലിയൊരു പങ്കുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ ഇതിലെന്തൊക്കെയോ ശരിയായിട്ട് എന്തായിരിക്കും ഇതിൻ്റെ കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങൾ പടച്ചവന് ഖുർആനിൽ തന്നെ ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഒരുപാട് ആയത്തുകൾ ഇറക്കിയപ്പോഴും അതിലൊരുപാട് തവണ പഠിച്ച തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ അഫലാത്ത തദക്കറൂൻ, അഫലാത്ത അഖിലൂൻ, ഇങ്ങനെയുള്ള ആയത്തുകൾ ഒരുപാടുണ്ട്. അപ്പോൾ പക്ഷേ നമ്മൾ പലരും പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുന്നതിന് ഉപരി ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ അതിന് മതിലും വെയിലൊക്കെ കെട്ടി ഇതിലപ്പുറം പഠിക്കാൻ പാടില്ല എന്നുള്ള ഒരു ചിന്താഗതി ആരുടെയും തെറ്റല്ല. നമ്മൾ ജീവിച്ചു വന്ന നമ്മുടെ മുൻ തലമുറയിലുള്ള ആളുകൾ അവർക്കറിയില്ല. അപ്പോൾ പിന്നെ അവർ കൂടുതൽ അന്വേഷിക്കാറുമില്ല. അങ്ങനെ ആണ്. അപ്പോൾ ഇങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മുഴുവനായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അതായത് ഓരോ സോളും ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ അതിനൊരു പർപ്പസ് ഉണ്ട്. ഓരോ സോളും ഖുർആനിൽ തന്നെ അല്ലാഹു തആല പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചതിന് വ്യക്തമായൊരു ഉദ്ദേശമുണ്ടെന്ന് പറയുന്നുണ്ട്. വ്യക്തമായൊരു ഉദ്ദേശമില്ലാതെ ഒരാളെയും ഈ ഭൂമിയിലേക്ക് പഠിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ മുന്നിൽ മരിച്ചിട്ട് പോയി നിൽക്കുമ്പോൾ നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റണം, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് പറയാൻ പറ്റണം. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ചിന്തിച്ച് നോക്കുമ്പോൾ ഗാന്ധിജിയുടെ കയ്യിൽ പർപ്പസ് എന്ന് പറഞ്ഞൊരു ബോർഡ് പിടിച്ചു കഴിഞ്ഞാൽ അതിൽ എഴുതാനുണ്ട് എന്താണ്, അല്ലെങ്കിൽ അതിൽ എഴുതി വെച്ചിട്ടുണ്ടാവും, ഞാൻ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം മേടിച്ചു കൊടുത്തു, അതുകൊണ്ടാണ് ഇന്ന് എല്ലാ മതവിഭാഗക്കാരും എല്ലാ മനുഷ്യരും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്നതെന്ന് പറയാൻ പറ്റുമ്പോൾ അപ്പം ഞാൻ ചിന്തിച്ചു, ഞാൻ മഹാത്മാഗാന്ധി മേടിച്ചെന്ന സ്വാതന്ത്ര്യത്തിലാണ് ഞാനിരിക്കുന്നത്, എന്നിട്ട് ഞാൻ എന്താ പറയുക ഓപ്പോസിറ്റായിട്ട് പറയാൻ പാടില്ലല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ നമ്മളുടെ പർപ്പസ് കാർഡ് ഫുള്ളാണോ എന്നുള്ളത്, ഫില്ലാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. നമുക്കൊരാളുടെ പേര് കേൾക്കുമ്പോൾ, അള്ളാഹിൻ്റെ റസൂലിൻ്റെ പേര് കേൾക്കുമ്പോൾ മുഹമ്മദ് നബി ഇസ്ലാം എന്ന ആശയം, അതായത് മതം അല്ല, അതൊരു ആശയമാണ്, അതായത് സമാധാനത്തിൻ്റെ വഴി എന്നാണത്. പല രീതിക്കും എന്താ പറയുക വളച്ചൊടിച്ചത് കൊണ്ട് അതിനെ പല രീതിയിൽ മനുഷ്യർ അർത്ഥമെടുക്കുമെങ്കിലും അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിച്ച ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ട്